ഒരിക്കൽ പേരുകൊണ്ടും പെരുമ കൊണ്ടും പ്രശസ്തി കൊണ്ടും മറ്റുള്ളവർ ഭയന്നിരുന്ന ഒരു തറവാടിൻ്റെ ശേഷിച്ച അവസ്ഥയാണ് ഈ കാണുന്നത്. ഇലവെങ്കിൽ ഔസേപ്പ് മാപ്പിളയുടെ തറവാടാണ്, വീടാണ്. ഇന്ന് ഈ വീട്ടിലെ ഔസേപ്പ് മാപ്പിളയും ഇളയ മകനും മാത്രമാണ്, അതും വളരെ അരാജകത്തിലാണ് ജീവിക്കുന്നത്. പൂർവികന്മാരുടെ സ്വത്തുക്കളായിരുന്നു, അനേക ഏക്കർ വസ്തുക്കളുണ്ടായിരുന്നു. അതിലൊക്കെയും പല കുടികിടപ്പുകാരും ഉണ്ടായിരുന്നു. ഈ ഔസേപ്പ് മാപ്പിളയ്ക്ക് 4 ആൺമക്കളാണ്. അതിലെ മൂത്ത മകന് ഇപ്പോൾ ജയിലിലാണ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ, വെളിയിലിറങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള തടവ് ശിക്ഷയാണ്. കാരണം 3 പേരെ കുത്തിക്കൊന്ന കേസിലാണ്. പിന്നെ രണ്ടാമത്തെ മകന് മരിച്ചുപോയി, ഒരു അപകടത്തിൽ മരിച്ചുപോയി. മൂന്നാമത്തെ മകനും അപകടത്തിൽ മരിക്കുകയായിരുന്നു. മൂന്നാമത്തെ മകൻ മാത്രമേ കല്യാണം കഴിച്ചിരുന്നുള്ളൂ. ആ മൂന്നാമത്തെ മകൻ മരിച്ചപ്പോൾ അയാളുടെ ഭാര്യ സ്വത്തുക്കൾ വാങ്ങിച്ച് അത് കൊടുത്ത് അതിൻ്റെ പൈസയുമായിട്ട് മക്കളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ നാലാമതുള്ള മകൻ ഇപ്പോൾ 55 വയസ്സുണ്ട്, ഒരു മന്ദബുദ്ധിയാണ്. ഇന്ന് ഈ തറവാട്ടിൽ താമസിക്കുന്നത് ഔസേപ്പ് മാപ്പിളയും ഈ മകനും മാത്രമേ ഉള്ളൂ. ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ടായിരുന്നു. ഇന്ന് അത് കൊടുത്ത് 30 സെൻറ്റ് വസ്തുവും ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടും മാത്രമേ ഉള്ളൂ. ഇന്ന് ആ വസ്തുക്കളൊക്കെയും ഇന്ന് നാട്ടുകാരുടെ കൈവശമാണ്. അവരൊക്കെ അത് വിലയ്ക്ക് വാങ്ങിച്ചു, ചുമ്മാ ആരും വാങ്ങിച്ചില്ല. ഇന്ന് അതിനകത്തൊക്കെയും ഇന്ന് നല്ല നല്ല വീടുകൾ വന്നു, 2 നിലകളും ഒക്കെ വന്ന് നല്ല രീതിയിൽ കൂടി ഇന്ന് അവർ ജീവിക്കുന്നു. അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ ഔസേപ്പ് മാപ്പിളയും മക്കളും ദുഷ്ടന്മാരായിരുന്നു. ആരോടെയും യാതൊരു മര്യാദയും ഇല്ലാത്ത സ്വഭാവക്കാരായിരുന്നു. ആരോടെയും യാതൊരു ദൈന്യതയുമില്ല. ആ വീടിൻ്റെ മുന്നിൽ കൂടെ പോകാൻ പലർക്കും ഭയമായിരുന്നു. കാരണം 4 ആൺമക്കളും ഈ അപ്പനും ആരോടെയും യാതൊരു മനസാക്ഷിയും ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റമായിരുന്നു. കാരണം സ്വത്തുക്കളുണ്ട്, സമ്പത്തുണ്ട്, അതിൻ്റെ ഒരു അഹങ്കാരമായിരുന്നു. എന്നാൽ കാലങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അതവരറിഞ്ഞില്ല. എന്നും ഇങ്ങനെ നിൽക്കുമെന്നാണ് അവർ കരുതിയത്. എല്ലാം വിറ്റ് തിന്ന് ഇന്ന് നോക്കിയ ഓരോ വീടുകളൊക്കെ കണ്ടോ, ഓരോരുത്തരും വാങ്ങിച്ച സ്ഥലത്ത് അവർ നല്ല നല്ല വീടുകൾ വെച്ച് അവർ താമസിക്കുകയാണ്. ഇന്ന് ഈ അപ്പനും മകനും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും വകയില്ലാത്ത ഒരു അവസ്ഥ. അടുത്തുള്ള ഒരു പ്രായമുള്ള സ്ത്രീയെ രാവിലെ അവിടെ ചെന്ന് അല്പം കഞ്ഞിയോ വെല്ലം ഉണ്ടാക്കി കൊടുക്കും. അതും ആരെങ്കിലും സഹായിക്കണം ഇവരെ, അല്ലാതെ പറമ്പിൽ നിന്ന് ആദായമൊന്നുമില്ല. ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെയും കൊടുത്തു. അന്നവർ സുഖിച്ചു. മറ്റുള്ളവരെ ഉപദ്രവിച്ചും കുടിയടപ്പുകാരെയൊക്കെ തന്നെ അവിടുന്ന് വളരെ ഉപദ്രവിച്ചാണ് അവിടുന്ന് ഇറക്കി വിട്ടത്. ചിലരുടെ വീടിന് തീയിട്ടു. അന്ന് ഒരു പ്രായമുള്ള തള്ളയുടെ വീടിന് തീയിട്ടപ്പോൾ ആ തള്ള പ്രാഹിത, നാട്ടുകാർ പറയുന്നുണ്ട്, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല, നീ എല്ലാം നശിച്ച് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആ തള്ളയുടെ വാക്ക് ഫലിച്ചേക്കുകയാണിന്ന്. ഇന്ന് ഔസേപ്പ് മാപ്പിള എഴുന്നേക്കാൻ വയ്യാതെ ഒരേ കിടപ്പാണ്. ഈ മന്ദബുദ്ധിയായ മകനുമുണ്ട് വീട്ടിൽ. ആരോടെ ഉരിയാടാനോ മിണ്ടാനോ ഒന്നും ആ മകനെ കൊണ്ട് സാധിക്കത്തില്ല. എന്തൊരവസ്ഥയാണ്. അടുത്തുള്ള ഒരു സ്ത്രീ വന്ന് രാവിലെ ഇച്ചിരി കഞ്ഞിയെ വെല്ലം ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവരങ്ങ് പോകും. ഇതാണ് ഇന്ന് ആ വീടിൻ്റെ അവസ്ഥ. ഭയങ്കരം.